ചർച്ച നടത്തി അവർ പിന്തുണ പ്രഖ്യാപിച്ചു. ആ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോഴത്തെ വലിയ മാറ്റമാണ് ഉണ്ടായത്. അന്ന് പറഞ്ഞ സിപിഎമ്മുമായി കൂട്ടുകൂടിയ ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടിക്ക് ഇപ്പോഴത്തെ മാറ്റമാണ് ഉണ്ടായത്. അത് ദേശീയ തലത്തിൽ വന്ന മാറ്റമാണ്. അന്ന് കോൺഗ്രസ് ശക്തമായിരുന്നു ദേശീയ തലത്തിൽ. ഇന്ന് ബിജെപി ശക്തി പ്രാപിക്കുകയും രാജ്യത്ത് മതേതര ജനാധിപത്യ മൂല്യങ്ങളെ തകർക്കുകയും ചെയ്യുമ്പോൾ അതിനെതിരായി അവരൊരു നിലപാട് സ്വീകരിച്ചു. ആ നിലപാടിന്റെ ഭാഗമാണ് കേരളത്തിൽ ഞങ്ങൾ അവരുടെ പിന്തുണ തരാൻ തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ദേശീയ തലത്തിലുണ്ടായ അവരുടെ നയമാറ്റത്തിന്റെ ഭാഗമാണ് ഞങ്ങൾക്ക് അവർ നൽകുന്ന പിന്തുണ. അത് വർഗീയ ശക്തികളെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ദേശീയ നിലപാടാണ് ഇതിന്റെ ഭാഗം. PDP നിങ്ങൾക്കറിയാമല്ലോ, മഹാത്മാഗാന്ധിയോടൊപ്പമാണ് അബ്ദുൽ നാസർ മദനിയെ EMS ഉപമിച്ചത് ഒറ്റപ്പാലത്തെ പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിൽ. അബ്ദുൽ നാസർ മദനിയും മഹാത്മാഗാന്ധി ഒരുപോലാണെന്ന് പറഞ്ഞു. രണ്ടത്താണിയുടെ പൊന്നാനിയിലെ തെരഞ്ഞെടുപ്പിൽ 2 മണിക്കൂറാണ് പിണറായി വിജയൻ അബ്ദുൽ നാസർ മദനിയെ കാത്തിരുന്നത്. അതൊന്നും കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല. അപ്പൊ PDPയുടെ വർഗീയത നല്ലതാണ്. PDPയോട് കൂട്ടുകൂടാം, ജമാഅത്തെ ഇസ്ലാമിയായിട്ട് അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയായിട്ട് കൂട്ടുകൂടേണ്ട എന്ന് പറയുന്ന CPMന്റെ നയം ജനങ്ങൾ തിരിച്ചറിയും. ആരാ? അല്ല, PDPക്ക് എന്ത് PDPയുടെ എന്ത് മാറ്റം വരാനാണ്? അല്ല, അവരെല്ലാ കാലഘട്ടത്തിലും ആ നിലപാടല്ലേ സ്വീകരിച്ചിട്ടുള്ളത്. അവരുമായി കൂട്ടുകൂടാൻ ഒരു പാടുമില്ല. ഞാനതാണ് പഴയ ചരിത്രം പറഞ്ഞു. EMS പറഞ്ഞു മദനിയും ഗാന്ധിജി ഒരുപോലാണെന്ന് പറഞ്ഞു. 2.5 മണിക്കൂർ നേരം രണ്ടത്താണിയുടെ തെരഞ്ഞെടുപ്പിൽ ഹുസൈൻ രണ്ടത്താണിയുടെ തെരഞ്ഞെടുപ്പിൽ മദനിയെ കാത്തിരുന്ന പൊന്നാനിയിൽ. അപ്പൊ ഇവരുമായിട്ടല്ല എന്നും കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടുള്ളത് CPM തന്നെയാണ്. അതൊരു സംശയവും ഉണ്ടാക്കാൻ. അല്ല, ഞാൻ ആർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കാനല്ല ഇവിടെ നിൽക്കുന്നത്. എനിക്ക് അങ്ങനെ സർട്ടിഫിക്കറ്റ് എഴുതുന്ന പരിപാടിയില്ല. PDP എന്ന് പറയുന്ന പാർട്ടിയുടെ സ്വഭാവവും രാഷ്ട്രീയവും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവരെ കൂടെ നിർത്തുകയും വെൽഫെയർ പാർട്ടി ഞങ്ങളെ പിന്തുണയ്ക്കുന്നതിന് വിമർശിക്കുകയും ചെയ്യുന്ന ഗോവിന്ദൻ മാസ്റ്ററുടെ നിലപാട് അവസരവാദപരമാണ്. ഒരു ഘടകകക്ഷിയായിട്ട് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഘടകകക്ഷിയായി എടുക്കണമെന്നൊരു ആവശ്യവും ഉണ്ടായിട്ടില്ല. ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഈ മുന്നണിയിലേക്ക് ഏതെങ്കിലും കക്ഷികളെ എടുക്കുന്നതിനെ സംബന്ധിച്ച് ഒരാലോചന പോലും നടന്നിട്ടില്ല. ഇതെല്ലാം CPM നടത്തുന്ന കള്ളപ്രചരണമാണ്. ഇല്ല 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 ഒരു വെല്ലുവിളിയുമില്ല. ആരെങ്കിലും ഞങ്ങളെ പിന്തുണച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ഹിന്ദു മഹാസഭ അവരെ പിന്തുണച്ചല്ലോ. ഒരു ഹിന്ദു മഹാസഭയും 2 സ്വാമിമാരും ചേർന്ന് ഇപ്പൊ സ്വരാജിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അല്ല, അംഗീകരിച്ചിട്ടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. അത് ഗോവിന്ദൻ മാഷ് അറിയത്തില്ലെന്നാണ് പറഞ്ഞത്. അത് അല്ല, ആരാ? അതെ, ഗോവിന്ദൻ മാഷുമായിട്ട് ആയിരിക്കില്ല, വിജയരാഘവനുമായിട്ടായിരിക്കും. CPI പറയുന്ന അഭിപ്രായത്തോട് CPM പറയുന്നതിന് യോജിപ്പില്ലല്ലോ. ഗവർണർ ഭാരതാംബയുടെ കയ്യിൽ കാവിക്കൊടി RSSന്റെ കൊടി വെച്ചതിനെ സംബന്ധിച്ച് ഗോവിന്ദൻ മാസ്റ്റർ ഒരു അക്ഷരം വേണ്ടിയില്ലല്ലോ. അവിടെ ബിനോയ് വിശ്വം പറയുന്നത് CPMന് സ്വീകാര്യമാണോ എന്നുള്ളത് ആലോചിക്കണം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ CPM പരിപൂർണമായി ഈ തെരഞ്ഞെടുപ്പിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. എന്തിന്? BJPയുടെ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത് തന്നെ എന്താണ്? അത് CPMനെ സഹായിക്കാനാണ്. അവർ തമ്മിലൊരു അന്തർധാര കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിൽ നിലനിൽക്കുകയാണ്. കോൺഗ്രസ് മുക്ത ഭാരതം ആഗ്രഹിക്കുന്ന BJP കോൺഗ്രസ് ജയിക്കാതിരിക്കാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 69 സീറ്റുകളിൽ BJPയുടെ വോട്ട് മറിച്ചു കൊടുത്തതുപോലെ പല സ്ഥലങ്ങളിലും ഈ കൂട്ടുകെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും അതിനുള്ള സാധ്യത വളരെയേറെയാണ്. പക്ഷെ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് UDF തിളക്കമാർന്ന വിജയം നിലമ്പൂരിൽ നേടും എന്ന കാര്യത്തിൽ സംശയമില്ല.
അല്ല, നമുക്ക് എല്ലാവർക്കും പാർട്ടിക്ക് മുഴുവൻ ഉത്തരവാദിത്തമുള്ളതല്ലേ? UDF-ന് മുഴുവൻ ഉത്തരവാദിത്തമുണ്ട്. UDF ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരുമിച്ച് ഒരു മനസ്സോടെ പ്രവർത്തിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടത് നാടിന്റെ ആവശ്യമാണ്, കേരളത്തിന്റെ ആവശ്യമാണ്. ഒരു ഭരണമാറ്റം അടുത്ത 8-9 മാസം കഴിയുമ്പോൾ ഉണ്ടാകും എന്നതിനു വേണ്ടി ഉള്ള ആദ്യത്തെ പടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പാണ്.